രശ്മി നമ്പ്യാർ എന്ന് പറഞ്ഞ ആ, ആർട്ടിസ്റ്റ്, അറിയാം ഇപ്പൊ അറിയാം രശ്മി അറിയാം ബോബൻ. അറിയാം അറിയാം അറിയാം. രശ്മി ആദ്യമായിട്ട് അതും രശ്മി ഇപ്പോഴായിരിക്കും ഈ ഇന്റർവ്യൂലൂടെ അറിയുള്ളൂ. ഉം. രശ്മി ചെയ്ത ആ പടം, സത്യേട്ടന്റെ പടം, ആ, അതില് ആ ക്യാരക്ടർ സിദ്ദിഖേട്ടന്റെ വൈഫായിട്ട് ഞാനായിരുന്നു ചെയ്യായിരുന്നത്. സജസ്റ്റ് ചെയ്തത്. ഞാനാണ് ആ ക്യാരക്ടർ ചെയ്യേണ്ടത് ആ, സിദ്ദിഖേട്ടന്റെ ആ, വൈഫായിട്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ അപ്പോഴും പ്രഗ്നന്റ് ആയി. ഓക്കെ. പക്ഷെ എനിക്ക് ചെയ്യായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് പ്രഗ്നൻസി. പക്ഷെ ഞാൻ അഭിനയിക്കുന്നില്ലെന്ന് തീരുമാനം എടുത്തായിരുന്നു. ആ. ഈ പട്ടണത്തിൽ സുന്ദരം കഴിഞ്ഞപ്പോഴത്തേക്ക്, ആ. പട്ടണത്തിൽ സുന്ദരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇനി വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് Okay. എനിക്ക് ഇഷ്ടം ഫാമിലി ലൈഫാണ്. ഓക്കെ. അപ്പം ഒരു ബ്രേക്ക്. ഒരു ബ്രേക്ക്. പിന്നെ എനിക്ക് എന്താ, എനിക്ക് കുടുംബജീവിതം ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കി. മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തി ആ. അവരെയൊക്കെ നല്ല സമൂഹത്തിൽ നല്ല രണ്ട് വ്യക്തിത്വങ്ങളായി എത്തിക്കുക, ഫാമിലിയിലെ കാര്യങ്ങൾ നോക്കുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യം. അപ്പം സിനിമയെ അതും കൂടെ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ തന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ മാറിയ സമയം. അപ്പോഴാണ് സത്യേട്ടൻ്റെ ഈ പടം